ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഫ്താറിന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതിന് വേണ്ടി ഇവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റി ബ്രൗൺ നിറമാക്കി എടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ഭാഗം ക്യാപ്സിക്കം ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാബേജാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ക്യാബേജും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വരും, അതൊന്ന് വറ്റി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ 2 വിസിൽ വരെ വേവിച്ചെടുത്ത ചിക്കൻ ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഈ ഒരു മസാലപ്പൊടികളൊക്കെ നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിലും ചിക്കനിലെല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൊമാറ്റോ സോസൊക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് തണുത്ത ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് 3 എണ്ണം ഞാനിവിടെ കുക്കറിലിട്ട് വേവിച്ച് ഉടച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമോ അതല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒന്ന് ആക്കിയ ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ റോളിൻ്റെ ഒരു ആകൃതിയിലാണ് കേട്ടോ, അത്രയ്ക്ക് വലിപ്പമില്ല, കുറച്ച് ചെറുതായിട്ടുള്ള ഒരു റോളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കി ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ കയ്യിലിട്ടിട്ടൊന്ന് റോളാക്കി എടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏത് ഷേപ്പിലും ആക്കിയെടുക്കുക, കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ മുഴുവനായിട്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു സ്നാക്സ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു മാവ് വെച്ചിട്ട് തയ്യാറാക്കി കൊടുക്കുകയാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ഒരു മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നല്ല പോലെ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം മാത്രം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.